ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തേത് ഭയങ്കര സിമ്പിളായിട്ട് ഒരു വെറൈറ്റി ആയിട്ട് ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മുട്ടക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റിയാണ്, എന്നാൽ ഒരുപാട് മസാലകളൊന്നും വഴറ്റി സമയം കളയവും വേണ്ട. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയാലോ. വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ എഗ് ഡ്രോപ്പ് കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു പാനിലേക്ക് ഏകദേശം ഒരു 1.5-2 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത്. എണ്ണ ചൂടായ സമയത്ത് ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പു, ഒരു ഏലക്കായ, അതുപോലെ തന്നെ 2 കുഞ്ഞു പീസ് അളവിൽ പട്ട. ഇതൊട്ടും തന്നെ കൂടരുത് കേട്ടോ, അപ്പോൾ ടേസ്റ്റ് ആകപ്പാടെ മാറിപ്പോവും. എല്ലാം കുഞ്ഞു കുഞ്ഞു പീസായിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് ഒരു 2 വലിയ സവാള ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് അളവിൽ ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തിട്ടും, പിന്നെ ഏകദേശം ഒരു ബൾബ് വെളുത്തുള്ളി മൊത്തത്തിൽ എടുത്തിട്ടില്ല കേട്ടോ, ഒരു ചെറിയ ബൾബ് വെളുത്തുള്ളിയുടെ സൈസിൽ എടുക്കുക. ഏകദേശം ഒരു 10 അല്ലി അങ്ങനെ ചെറിയ ചെറിയ അല്ലികൾ ഉണ്ടാവും. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പിലയും, പിന്നെ അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടി കട്ടിയിട്ട് അങ്ങനെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പ് അളവിൽ അണ്ടിപ്പരിപ്പും കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ. സോക്ക് ചെയ്തിട്ടൊന്നുമല്ല, ഡയറക്റ്റ് ചേർക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ട് അങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് കുറച്ചൊന്ന് വഴറ്റിയെടുക്കണം. അതായത് ഒരുപാട് അങ്ങനെ സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കുകയൊന്നും വേണ്ട. ഇതിൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടുന്നവരെ വഴറ്റിയെടുക്കുക കേട്ടോ. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ വഴറ്റിയെടുക്കുക. ഫ്ലെയിം കുറച്ചിട്ടൊന്നും ഒരുപാട് സമയം അങ്ങനെ വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ വെജീസൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഐറ്റത്തിന് മൊത്തത്തിലൊന്ന് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ചൂടാറിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കിയിട്ട് അരച്ചെടുക്കേണ്ട ഒരു മിക്സാണ് ഇത്. അപ്പോൾ ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഈ ഒരു സെയിം പാനിലേക്ക് തന്നെ ഏകദേശം ഒരു ടീസ്പൂൺ കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പാന് കഴുകുമൊന്നും വേണ്ടേ, ഡയറക്റ്റ് ഇതിലേക്ക് തന്നെ ചെയ്തെടുത്താൽ മതി. എന്നിട്ട് നമ്മൾ നേരത്തെ വഴറ്റിയെടുത്ത മിക്സ് തന്നെ നന്നായിട്ട് അരച്ചെടുത്ത് കൊണ്ടുവന്നിട്ട് നല്ല പേസ്റ്റായിട്ട് അത് ഇതിലേക്ക് മൊത്തത്തിലായിട്ട് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വെള്ളവും കൂടി ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് എത്രത്തോളം അരയാൻ പാകത്തിന് വെള്ളം വേണോ അതിനനുസരിച്ച് ഒഴിച്ച് കൊടുക്കുക. ഇനിയിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഒരല്പം വെള്ളവും കൂടി മിക്സാക്കിയിട്ട് അങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം 1.5 കപ്പ് നിറച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഗ്രേവി ഇത് നന്നായിട്ട് തിളച്ചും വന്നിട്ടുണ്ട്. ഒന്നങ്ങ് തിക്കായി വരും കേട്ടോ, നമ്മളിതിൽ അണ്ടിപ്പരിപ്പൊക്കെ ചേർത്തതല്ലേ. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് തിളച്ചതിന് ശേഷം ഇതിലേക്ക് എത്രത്തോളം മുട്ട നിങ്ങൾക്ക് ആവശ്യമുണ്ടോ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ, പൊട്ടിച്ചിട്ട്. അപ്പോൾ ഞാനിത് ഒരു 6 മുട്ടയോളം പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കൊടുക്കുമ്പോൾ പതുക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ, അല്ലെങ്കിൽ മൊത്തത്തിൽ കലങ്ങിപ്പോകും. നമുക്ക് ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കണ്ടേ അല്ലേ, അതുകൊണ്ട് തന്നെ. അപ്പോൾ 6 മുട്ട ഇതുപോലെ പൊട്ടിച്ച് ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഉപ്പൊന്ന് കൈ കൊണ്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി ഇങ്ങോട്ട് ആ ഒരു മുട്ടയിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതൊന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ അനക്കണ്ട കേട്ടോ, നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഏകദേശം ഒരു 5 മിനിറ്റോളം ഒന്ന് നന്നായിട്ട് തിളച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ അടച്ച് വെച്ചിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് മുട്ട വേവിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുട്ട ഏകദേശം ഒന്ന് വെന്ത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഒന്നങ്ങ് കുറുകിയും വന്നിട്ടുണ്ട്. ഈ ഒരു കറി എന്ന് പറയുന്നത് ഓവർ അങ്ങനെ ലൂസായിട്ട് ചെയ്യണ്ട കേട്ടോ, കുറച്ചൊരു തിക്കായിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പം നന്നായിട്ട് തിളച്ച് മുട്ടയൊക്കെ കണ്ടില്ല, അത്യാവശ്യം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇനി 1/2 കപ്പ് അളവിൽ നല്ല കട്ടിയുള്ള 1ാം പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ലാസ്റ്റ് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി ചെറുതായിട്ട് കട്ടായിട്ട് അതും കൂടി അങ്ങനെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കറി എഗ് ഡ്രോപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ ഒന്ന് ഇതുപോലെ തിള വരാൻ സ്റ്റാർട്ട് ചെയ്യുന്ന സമയമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഒന്ന് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നടുവേ ഇളക്കി കൊടുക്കണേ, തേങ്ങാപ്പാൽ എല്ലാ സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ എഗ് ഡ്രോപ്പ് കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സമയമാകുമ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യേണ്ട ഒരു മസ്റ്റ് ട്രൈ ഐറ്റം തന്നെ പറയാം. നമുക്ക് ഏതിൻ്റെ കൂടെയും ബെസ്റ്റ് കോമ്പാണ്, ഒരു സ്പെഷ്യൽ ഫ്ലേവറുള്ളൊരു കറിയാണ് ഇത്. അപ്പോൾ ഒന്നങ്ങ് സെറ്റായതിന് ശേഷം ഞാൻ ഇതുപോലെ സെർവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കുരുമുളക് പൊടി മല്ലിയിലൊക്കെ ഒന്ന് ഇട്ടിട്ട് സെർവ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയും ഉണ്ടാവും, ഒരു ഫ്ലേവറും ഉണ്ടാവും കേട്ടോ കുരുമുളകിൻ്റെ. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ഇന്ന് ഡിന്നറിനായാലും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്